വലിച്ച എന്താ മോളെ? ഒരു അൺനോൺ ലേഡി താഴെ അജയോട് ഷൗട്ട് ചെയ്യുന്നു. അവളെ എത്രയും പെട്ടെന്ന് പിടികൂടി പണിഷ്മെന്റ് കൊടുക്കണം. അങ്ങനെ ഒരു ധിക്കാരിയോ? മോളെന്താ റിയാക്ട് ചെയ്യായിരുന്നേ? നീ ആരാന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് ചോദിക്കാൻ നീ ആരാന്ന്. ഈ വീട്ടില് നിനക്കെന്താ കാര്യം ചോദിച്ചപ്പോ മിറർ മറുപടി എനിക്കെന്താ കാര്യമെന്ന്. അത് കേട്ട ദേഷ്യം വരില്ലേ? അവളെ തല്ലാൻ ഞാൻ കൈ ഓങ്ങി. അപ്പൊ അവളുടെ പഞ്ച് ഡയലോഗ് തല്ലിയ എന്റെ കൈവിട്ടുവന്ന്. അവൾ ഏതോ ടെററിസ്റ്റാ. വലിച്ചനെന്ന് ഡീൽ ചെയ്യണം. എന്താ സംശയം? എന്റെ അച്ഛൻ മോളെ തല്ലാനാ. അവളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. വാ. വലിച്ച ദേ അവളാ. മോളെ സാർ ഇവിടെ? ഇതാണ് എന്റെ വീട്. അപ്പോ CI സാറ്? ആ, എന്റെ സഹോദരിയുടെ മകനാ. അല്ല, മോളെന്താ ഇവിടെ? നിവേദ്യത്തിനുള്ള പലഹാരം കൊണ്ടുവന്നതാ. ഓ, അല്ല, കോഫി ഹൗസ് അങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു സർ. ഗുഡ്. ഭൂമിയുടെ അല്ല, ഭൂമിജ എന്നല്ലേ ഫുൾ നെയിം? അതെ. PSC എഴുതിയോ? പിന്നെ ക്രിമിനോളജിക്ക് വേക്കൻസി ഉള്ളതായിട്ട് പുതിയ എഡിഷനിൽ ഞാൻ കണ്ടല്ലോ. പഠിക്കാനുള്ള മൂടൊന്നുമില്ല സർ. അച്ഛന് ചില അസുഖങ്ങള്. അതൊക്കെ മാറൂന്നേ. ഭൂമി വളരെ ബ്രില്യന്റാ. പഠിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കേ. ഞാൻ പറഞ്ഞ അനുസരിക്കണം. അനുസരിക്കാം. അനുഗ്രഹിക്കണം. ഷുവർ. അത്തേക്കോ? ആ, ഓടിച്ചല്ലേ. അങ്കിളോ? ഞാനോ? പിന്നെ എന്താ വിളിക്കേണ്ടത്? ഐ ആം എൻ യങ് അഡ്വക്കേറ്റ്. അതെ, ഈ വീട്ടിലൊരു സ്ട്രേഞ്ചർ കയറി. അവളെ ഇറക്കി വിടണം. അവളെ പുറത്ത് കളഞ്ഞിരിക്കും. അതിനുള്ള വകുപ്പേ എന്റെ കയ്യിലുണ്ട്. അൺഓതറൈസ്ഡ് എൻട്രി, BNS സെക്ഷൻ 329. ആഹാ, എന്റെ കൂടെ വാ, കാണിച്ചറ. ആരാ? എവിടെ? ദേ അവളാ. ഹലോ ഭൂമി, ഹൗ ആർ യു? ഐ ആം ഫൈൻ. അല്ല, പഴയ തരികിട പരിപാടിയൊക്കെ ഉണ്ടോ? ചില തരികിടകളെ കാണുമ്പോ.
അല്ല അതും എന്നെ ഉദ്ദേശിച്ചാണോ? ആ, അത് തരികിടകൾക്ക് മനസ്സിലാവും. അല്ല, സാറ് ജെന്റിൽമാൻ അല്ലേ? ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ ശരി. പുലിമുടികളാണോ ഉണ്ടാക്കിയത്? ഏയ്, പുറകെ വരുന്നുണ്ടോ? അങ്കിൾ. ഓ അങ്കിളെന്ന് വിളിക്കല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ ബ്രദർ. ഉം. അവളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ, അതെ അതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് അജയുമായി അവൾക്ക് എന്തെങ്കിലും അഫയർ ഉണ്ടോ? ആ, ആ, ഞാനതാ പറയാൻ വന്നത്. വക്കീലിന് നട്ടാക്കുരുക്കാത്ത കള്ളം പറയാൻ അവകാശമുണ്ട്. എന്താ ആലോചിക്കുന്നേ? ഞാനതെങ്ങനെ പറയും? എന്തായാലും എനിക്ക് അറിയണം. അതെ, അജയും ഭൂമിയും തമ്മിൽ ലവ് അഫയർ ഉണ്ട്. വേർപിരിക്കാൻ കഴിയാത്തത്രയും ഡീപ്പാണ് അവര്. എന്തോ ദാ വരണു, വെയിറ്റ്. ഞാനൊന്ന് പോയിട്ട് വരേ. എന്താ ആഹാ ഭൂമി, ആ, മാഡം. മാഡം എന്ന് വിളിക്കണ്ട, ആന്റി എന്ന് വിളിച്ചാ മതി. സമർപ്പിക്കാനുള്ള പ്രസാദം കൊണ്ടുവന്നോ? ആ, ദേ കൊണ്ടുവന്നു. ആ, ക്ഷേത്രത്തിൽ നിവേദിച്ചു കിട്ടിയ പായസത്തിനൊക്കെ എന്തൊരു സ്വാദായിരുന്നു. താങ്ക് യു. ഏത് ഭഗവാനെ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തത്? ഈ പ്രായത്തിൽ ഇതൊക്കെ പഠിച്ചല്ലോ. സോറി, ഒരു ചെറിയ ബോട്ടിൽ എടുക്കാൻ വിട്ടുപോയി. ആ, സാരല്ല, അച്ഛൻ കൊണ്ടുവരും. ആ. ഈ വീട്ടിൽ ആദ്യമായിട്ട് വരിക അല്ലേ? ആ, പക്ഷേ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഉണ്ട്. ആ അമ്മേ, ആ പലഹാര കച്ചവടക്കാരിക്ക് എന്താ ഈ വീട്ടിലുള്ളവരുമായി ഇത്രയധികം അറ്റാച്ച്മെന്റ്? വല്യച്ഛനോട് അപ്പച്ചിയോടൊപ്പം അവൾ ഒലിപ്പിക്കുന്നു. അത് ശരി. ഭവാനി, ഇവളിന്ന് സാരി ഉടുത്ത് വരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അനുസരിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയുന്നത് പോലെ ഞാൻ ഇനി ജീവിക്കണമെന്നാണോ? കൊള്ളാം. അമ്മേ, അവൾക്ക് സമയം കിട്ടിയില്ല, അതാ അവള് ഉറങ്ങിപ്പോയി. അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ നിർബന്ധിക്കുന്നില്ല ഇവിടെ തന്നെ താമസിക്കണമെന്ന്. ദേ അമ്മ. അല്ല, ഭൂമി എപ്പോ വന്നു? കുറച്ച് സമയമായി മുത്തശ്ശി.
എൻ്റെ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മേ ദേവി മഹാമായി. എല്ലാം ഭംഗിയായി വരും. കണ്ടോ അമ്മേ, എല്ലാരും അവളെ കൊഞ്ചിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സാരി ഉടുത്തു വരാൻ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, വൃത്തികെട്ട വേഷം. അമ്മേ, ഓ ഭൂമി പറയാ ഈ വീടൊക്കെ സ്വപ്നത്തിൽ കണ്ട പോലെ ഉണ്ടെന്ന്. ദേ, ഞങ്ങളുടെ അനുവാദമില്ലാതെ വീട് സ്വപ്നം കണ്ടാലേ കേസ് കൊടുക്കും. ആ മുത്തശ്ശി അങ്ങനെ ചെയ്യില്ലാന്ന് എനിക്കറിയാം. ശരിയല്ലേ? പൂജ ആരംഭിക്കാമായിരുന്നു. ശരി. ആ. ദേവി അമ്മേ സർവശക്തേ രക്ഷിക്കണേ. ആ ഭൂമി, നീയും പൂജയ്ക്ക് കൂടിക്കോ. അയ്യോ, ഇത് കുടുംബ പൂജയല്ലേ മുത്തശ്ശി? ആഹാ, അതിനെ നിനക്ക് കുടുംബത്തിന്റെ മെമ്പർഷിപ്പ് ഞാൻ തരും. അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് വരാം. ശരി. ആ അതെ ഭൂമി, അച്ഛനും മോളും പൂജയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാവൂ. ആ ശരി. ആ ശരി. അമ്മേ ദേവി. എന്താ അച്ഛൻ വരാത്തത്? അച്ഛനെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു. വയ്യാതിരിക്കുന്ന ആളാ, മണ്ടത്തരമായി പോയി. അമ്മേ, അച്ഛൻ ഇതുവരെ എത്തിയില്ല. എത്തിയില്ലേ? ഇവിടുന്ന് പുറപ്പെട്ടായിരുന്നല്ലോ. കൊറേ സമയമായോ? ആ, കുറച്ച് സമയമായി. നീ ടെൻഷൻ അടിക്കേണ്ട, അച്ഛനങ്ങ് എത്തിക്കോളും. അമ്മേ, അജയ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ അവന്റെ അടുത്ത് പോയിരിക്കേ. അത് വേണോ? പറയുന്നത് അനുസരിക്കും മോളെ. ചെല്ല. ആ ഇരിക്കേ. ആ ഇരിക്കേ. ഹേയ്, എന്തിനാണ് എഴുന്നേറ്റ് കൊടുത്തത്? അത് പിന്നെ നിന്റെ വുഡ്ബി വരുമ്പോൾ റെസ്പെക്ട് ചെയ്യണ്ടേ? നിന്റെ വുഡ്ബി ഞാൻ കേടാക്കും. എന്ത്? നിന്റെ തടി ഞാൻ കേടാക്കുന്നു. രണ്ടുപേരും ചന്ദനം തൊട്ടുള്ളൂ. കത്തിച്ചോളൂ.
പൂജാ സാമഗ്രികൾ യഥാസമയം കിട്ടണം. ഹാരം വേണം. ശരി തിരുമേനി. തിരുമേനി. ഒന്നല്ലല്ലോ, രണ്ടല്ലേ വേണ്ടത്. ഇനി പരസ്പരം ചാർത്തിക്കൊള്ളും. കർപ്പൂരം. എന്താ ശോഭ ഇതൊക്കെ? നേരത്തെ എടുത്തു വെക്കേണ്ടതല്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ആന്റി, ചേച്ചി ഒറ്റയ്ക്കല്ലേ, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം. ചേച്ചി വാ. ചേച്ചി വാ. വെച്ചോളൂ. വഴിതെറ്റിയില്ല. കൃത്യം